ബാങ്കോക്കിലെത്തിയാൽ ഷോപ്പിങ്ങുകളും ക്ഷേത്രങ്ങളും മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു സഫാരി അനുഭവവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട് സിംഹങ്ങളെയും കടുവകളെയും ജിറാഫിനെയും ഡോൾഫിൻ അതുപോലെ ഒറാങ്കുട്ടനുകളെയും ഒക്കെ അടുത്ത് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ പോകുന്നത് തായ്ലാൻഡിലെ ഏറ്റവും പ്രശസ്തമായ വന്യജീവി പാർക്കായ സഫാരി വേൾഡ് ബാങ്കോക്കിലാണ്. ഇതൊരു സാധാരണ മൃഗശാലയല്ല. തുറന്ന സഫാരി ഡ്രൈവും ലോകോത്തര ലൈവ് ഷോകളും കുടുംബത്തോടൊപ്പം ആസ്വദിക്കുന്ന നിരവധി അനുഭവങ്ങളും ഇവിടെ ഒരുമിച്ചുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? ഇറ്റ്സ് മീ രേഷ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. സഫാരി വേൾഡ് സ്ഥിതി ചെയ്യുന്നത് തായ്ലാൻഡിലെ തലസ്ഥാനമായ ബാങ്കോക്കിലെ ഗ്ലോങ്സാവ എന്ന് പറയുന്ന ജില്ലയിലാണ്. സഫാരി വേൾഡ് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് സഫാരി പാർക്കും ഒന്ന് മറൈൻ പാർക്കും. നമ്മളിപ്പോൾ പോകുന്നത് ഫസ്റ്റ് മറൈൻ പാർക്കിലേക്കാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മെയിൻ എൻട്രൻസ്. അതിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കടക്കുന്ന ഒരു വേ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാലാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള പല ഷോകളും കാര്യങ്ങളൊക്കെ കാണാനുള്ളത്. മറൈൻ പാർക്കിൻ്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ടൈം രാവിലെ 9 മണിക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സഫാരി പാർക്കിലും അതുപോലെ മറൈൻ പാർക്കിലൊക്കെ സുഖമായിട്ട് എല്ലാ ഷോകളും എല്ലാം കാണാനും ഒന്നും മിസ്സാക്കാതെ നമുക്ക് കാണാൻ പറ്റും. മൺഡേ ഈ പാർക്ക് ക്ലോസ്ഡ് ആയിരിക്കും. ബാക്കി എല്ലാ വർക്കിംഗ് ഡേയ്സും ഉണ്ടാവും. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേയ്സും പൊതു അവധിയാണ് അവിടെ. 2 ഓപ്ഷനുകളാണ് ഉള്ളത് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട്, അതുപോലെ ഡയറക്റ്റ് വന്നിട്ടും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു റേറ്റ് വന്നിട്ട് ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ 800 to 1200 തായ് ബാത്ത് വരെ വരുന്നുണ്ട്. ഇനി ഇവിടെ ഡയറക്റ്റ് വന്നിട്ടാണ് നമ്മൾ ബുക്കിംഗ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1500 to 1800 തായ് ബാത്ത് വരെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ പാക്കേജുകളിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ബുഫേ ലഞ്ച് നമുക്ക് കിട്ടും. അതുപോലെ ഹോട്ടൽ പിക്കപ്പ്, സഫാരി ബസ്, ഷോൻ്റെയൊക്കെ ആക്സസ് നമുക്ക് കിട്ടും. ബാങ്കോക്ക് സിറ്റിയിൽ നിന്നും ഏകദേശം സഫാരി വേൾഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 45 to 60 മിനിറ്റ് സമയം വേണ്ടി വരും ഏകദേശം. പിന്നെ നോർമലി ഉള്ള പോലെ തന്നെ ക്രാബും പിന്നെ നോർമൽ ടാക്സി പിന്നെ ടൂർ പാക്കേജസ് എല്ലാം പ്രൈവറ്റ് ബസ്സുകൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു മാപ്പ് കിട്ടും. അതിൽ ഏതൊക്കെ ഷോകളാണുള്ളത്, ഏതൊക്കെ പ്ലേസുകളിലാണ്, ഏതൊക്കെ ലൊക്കേഷനുകളിലാണ് ഉള്ളത്, ഏതൊക്കെ ടൈമുകളിലാണുള്ളത് എന്നൊക്കെയുള്ള ഒരു കറക്റ്റ് പിക്ചർ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ആ ടൈം അനുസരിച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എവിടെ പോകണം പിന്നെ എവിടെ പോകണം എന്നുള്ളത്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇവിടെ മെയിൻലി ഉണ്ടാവുന്ന ഷോകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡോൾഫിൻ ഷോ ഉണ്ടാവാറുണ്ട്, പിന്നെ സീ ലയൺ ഷോ, അതുപോലെ ബേർഡിൻ്റെ ഷോ ഉണ്ട്, എലിഫൻറ്റ് ഷോ ഉണ്ട്, ഒറാങ്കുട്ടൻ ഷോ, പിന്നെ സ്പൈ വാർ ഷോ, പിന്നെ കൗബോയ് സ്റ്റൺ ഷോ. ഇത്രയും ഷോകളാണ് ഇവിടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് മെയിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സ്പൈ വാർ ഷോയാണ്. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷോയാണ്. അതായത് ആക്ഷൻ നിറഞ്ഞ സ്റ്റൺ ഷോയാണ്. അതായത് വെടിവെപ്പും സ്ഫോടനം, അതുപോലെ ജെറ്റ്സ്റ്റിംഗ്, കാർ ചേസുകൾ എന്നിവ ഉൾപ്പെടുന്ന ഈ ഒരു ഹോളിവുഡ് നിലവാരമുള്ള ഒരു അനുഭവമാണ് നൽകുന്നത്. ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും കാണേണ്ടതാണ്. ആക്ച്വലി ഞാനിത് ഏകദേശം ഫുള്ള് ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും ക്രൗഡ് ഉള്ളതും ഈ ഒരു ഷോയ്ക്ക് തന്നെയാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്രൗഡാണ് ഈ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടെന്ന്. അത്രത്തോളം നമുക്ക് ഇരിക്കാൻ പോലും പ്ലേസ് ഇല്ലായിരുന്നു. അത്രയും ബാക്കോട്ടാണ് എനിക്കൊക്കെ സീറ്റ് കിട്ടിയത്. അത്രയും ക്രൗഡായിരുന്നു. കാരണം ഭയങ്കര ആക്ഷൻ, ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഷോയാണ് ഈ ഒരു സ്പൈ വാർ ഷോ.
സഫാരി വേൾഡ് 1988 ഫെബ്രുവരി 17 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. പിന്നീട് തായ്ലാൻഡിലെ ഏറ്റവും വലിയ ഓപ്പൺ ഫാമിലി തീം പാർക്കായാണ് വളർന്നു വന്നത്. ഏകദേശം 480 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിൽ വന്യജീവി സംരക്ഷണവും അതുപോലെ വിനോദവും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റും. ഈ ഒരു മറൈൻ പാർക്ക് എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതിൽ തന്നെ പല ഷോകളും സെയിം ടൈമിലും ഡിഫറെൻറ്റ് ടൈമുകളിലുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാപ്പ് വെച്ചിട്ട് വേണം എത്ര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ, അല്ലെങ്കിൽ അത് ഏത് ഏരിയയിൽ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് അങ്ങനെ എല്ലാം മാപ്പിലെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഏത് വഴിക്കാണ് പോകേണ്ടത്. അങ്ങനെ എനിക്ക് എലിഫൻറ്റ് ഷോ മിസ്സായി ഇതിൽ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ ഫിഷുകളുടെ ഒരു ഏരിയ. അവിടെ നമുക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. ഈ ഫുഡ് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം, ഫിഷിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാമലിനെ ഫീഡ് ചെയ്യാനും നമ്മൾ ഇതേമാതിരി സെപ്പറേറ്റ് അവിടെ അതിന് ഉള്ള ട്രെയിനേഴ്സ് കാര്യങ്ങളുണ്ടാവും. അവർക്ക് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും ഫീഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറാങ്കുട്ടനാണ്. ഒറാങ്കുട്ടൻ്റെ ഷോയും അതുപോലെ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളതാണ്. ഈ മറൈൻ പാർക്കിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഷോർട്ട് ടൈം നമ്മൾ മുൻകൂട്ടി തന്നെ നോക്കണം, അല്ലെങ്കിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ചില പ്രോഗ്രാംസൊക്കെ ഷോക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓരോ ഷോയ്ക്കും ഇടയിൽ ടൈം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഏതാണെന്ന് നോക്കി നമ്മൾ കാണണം. പിന്നെ നല്ല സീറ്റുകളൊക്കെ ലഭിക്കുന്ന രീതിയിൽ നേരത്തെ എത്താൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ 9 മണി ആ ടൈമിൽ തന്നെ നേരത്തെ എത്താൻ നോക്കുക. പിന്നെ കുട്ടികളോടൊപ്പമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് റെസ്റ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എടുക്കാം. വേറൊരു ഹൈലൈറ്റാണ് റിവർ സഫാരി. അതായത് മറൈൻ പാർക്കിൽ റിവർ സഫാരി ഭാഗവും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബോട്ടിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേക പാതയിലൂടെയോ വിവിധ വന്യജീവികളെ നമുക്ക് അടുത്ത് കാണാനും കഴിയും. സൂം ഷോകളും മാത്രമല്ല, ഇവിടെ ഷോപ്പിങ്ങും അവൈലബിൾ ആണ്. അതുപോലെ സഫാരി വേൾഡിൻ്റെ ടീഷർട്ട്, ക്യാപ്പ്, ടോയ്സ്, പിന്നെ കീ ചെയിൻ, പിന്നെ അങ്ങനെ ഈ ഓരോ കൺട്രീസിൻ്റെ മാഗ്നറ്റ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഷോപ്പിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ഓൾറെഡി ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമുക്ക് ലഞ്ച് ഈ ഒരു ടിക്കറ്റിൻ്റെ കൂടെ കിട്ടും. ബുഫയാണ്, അതായത് ഒരു വലിയ ഹാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ഈ ഹാളിൽ നമുക്ക് ബുഫേ ആയിട്ട്, അതായത് വെജും നോൺ വെജും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടൈപ്പ് വെറൈറ്റി ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ലഞ്ചൊക്കെ കഴിഞ്ഞ് ആഫ്റ്റർനൂണാണ് സഫാരി വേൾഡിലുള്ള ഡോൾഫിൻ ഷോയിൽ പോയത്. അപ്പോൾ ഡോൾഫിൻ ഷോ എന്ന് പറയുന്നത് ഈ ഒരു സഫാരി വേൾഡിൽ തന്നെ ഏറ്റവും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷോയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതിൽ കുറേ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ഈ ഡോൾഫിനെ കൺട്രോൾ ചെയ്യുന്ന. അവർ ത്രൂ ആണ് ഈ എല്ലാ ആക്ടിവിറ്റി ഷോസും ഈ സ്വിമ്മിങ് പൂളിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുന്നത്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സും അതുപോലെ തന്നെ ഡോൾഫിൻസും ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ മൈക്കിൽ ആങ്കറിങ് ചെയ്യുന്ന ലേഡീസ് 2 പേരുണ്ടാവും. അവരും ഇതിന് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയും ഈ ഒരു പ്രോഗ്രാമിനെ തന്നെ ഭയങ്കര വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു 2 ലേഡീസാണ്.
അതുപോലെ തന്നെ ഈ ഡോൾഫിൻ ഷോ കഴിഞ്ഞാൽ നമുക്ക് ഡോൾഫിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അവർക്ക് ഫിഷൊക്കെ നമുക്ക് കഴിക്കാൻ കൊടുക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷേ ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കേണ്ടി വരും. അതുപോലെ എലിഫൻറ്റ് ഷോയിലും ഇതുപോലെ തന്നെയാണ്. എലിഫൻറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും എല്ലാം നമുക്ക് സാധിക്കും. പക്ഷെ എല്ലാത്തിനും ഇതുപോലെ സെപ്പറേറ്റ് നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു മൂഡ് ഓഫും ഇല്ലാതെ നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഷോ തന്നെയാണ് ഈ ഒരു ഡോൾഫിൻ ഷോ എന്ന് പറയുന്നത്. ഞാനും ഇതുപോലെ തന്നെ ഫുള്ള് കംപ്ലീറ്റ് വിത്ത് വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് ഇരുന്ന് കണ്ട ഒരു ഷോയും കൂടിയാണ് ഈ ഡോൾഫിൻ ഷോ. ഈ ഷോ നടക്കുമ്പോൾ തന്നെ ഈ ഡോൾഫിൻസിനൊക്കെ ഫിഷ് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഈ ട്രെയിനേഴ്സ്. അതെന്തിനെന്ന് വെച്ചാൽ അതൊരു ട്രിക്കാണ്. കാരണം ഈ ഒരു ഷോ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഓഫ് കോഴ്സ് അവർ എന്താ പറയുക ആക്റ്റീവായിട്ട് നിൽക്കണമെങ്കിലും ഇങ്ങനെ ഫിഷൊക്കെ കഴിപ്പിച്ചാൽ അവർ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണികൾക്കും അത് അട്രാക്റ്റീവായിട്ട് തോന്നുകയുള്ളൂ, ബോറടി തോന്നാതെ. അതുപോലെ അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഈ ആക്ടിവിറ്റീസും ഷോയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഫിഷൊക്കെ കൊടുക്കും വേണം. അങ്ങനെ ഈ ഡോൾഫിൻ ഷോയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് എൻട്രൻസിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു സെക്ഷനും കൂടി ഉണ്ടല്ലോ. 2 സെക്ഷനാണ് നമ്മൾ പറയുന്നത്, മറൈൻ പാർക്കും ആൻഡ് സഫാരി പാർക്കും. മറൈൻ പാർക്കാണ് നമ്മൾ ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി സഫാരി പാർക്കിലേക്ക് നേരെ പോവുകയാണ്. അപ്പം നമ്മൾ സഫാരി പാർക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ മൃഗങ്ങൾ കൂട്ടിലല്ല, പകരം വിശാലമായ ഒരു തുറന്ന പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയിൽ അവ സ്വതന്ത്രമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൽ ഇരുന്നിട്ട് സഫാരി വഴി സഞ്ചരിക്കുമ്പോൾ മൃഗങ്ങളെ വളരെ അടുത്ത് കാണാൻ സാധിക്കും. ഇവിടെ മെയിനായിട്ട് സിംഹങ്ങളും കടുവകൾ, സീബ്ര, ജിറാഫ്, ഒട്ടകം, പിന്നെ കാണ്ടാമൃഗം, കരടി, ഇങ്ങനെ എല്ലാ ടൈപ്പ് മൃഗങ്ങളെയും കാണും. അതുപോലെ തന്നെ പല ടൈപ്പ് ബേർഡ്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ ചിലപ്പോൾ ജിറാഫ് വളരെ അടുത്തേക്ക് വരാം, ചിലപ്പോൾ സിംഹങ്ങൾ തുറന്ന സ്ഥലത്ത് വിശ്രമിക്കുന്നതായിട്ടും കാണാം. ഇതാണ് സഫാരി പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു യഥാർത്ഥ ആഫ്രിക്കൻ സഞ്ചാരിയിലെന്ന അനുഭവം ഇവിടെ ലഭിക്കും. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊരു എന്താ പറയുക ഒരു നെറ്റ് ഇട്ടിട്ടുള്ള ഒരു ബസ്. ഇങ്ങനത്തെ ബസ്സിലും നമുക്ക് ട്രാവലിംഗ് ചെയ്തിട്ട് ഇതുപോലെ ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതും വേറൊരു എക്സ്പീരിയൻസ് ആണ്. പുറത്തിറങ്ങി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും, അത്രയും ആക്റ്റീവായിട്ടുള്ള ടൈഗേഴ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് മാത്രം സഞ്ചരിക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി. പിന്നെ ഈ വിൻഡോസൊക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക. പിന്നെ മൃഗങ്ങൾക്ക് മാക്സിമം ഭക്ഷണങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര സുരക്ഷിതമായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെയും ഓപ്പണിംഗ് ടൈം ഏകദേശം സെയിം തന്നെയാണ്. രാവിലെ 9 മണി തൊട്ടിട്ട് 4:30 വരെയാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ്. പൊതുവേ ഈ തിങ്കളാഴ്ച ഇവിടെയും ക്ലോസ് ആയിരിക്കും. ബാങ്കോക്കിൽ ഒരു ദിവസം മാത്രം സമയമുണ്ടെങ്കിൽ പോലും സഫാരി വേൾഡ് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വന്യമൃഗങ്ങളെ അടുത്ത് കാണുന്ന അനുഭവവും ലോകോത്തര ലൈവ് ഷോകളും മനോഹരമായ ഫോട്ടോ സ്പോട്ടുകളും എല്ലാം ചേർന്ന് ഒരു പൂർണ്ണ വിനോദ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സഫാരി വേൾഡ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത തായ്ലാൻഡ് യാത്രയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.